കൺമണിക്കിളി പൊന്നിളം കിളി രാരിരാരിരോ രാരിരാരിരോ കൺമണിക്കിളി പൊന്നിളം കിളി താഴമ്പൂക്കൾ പൂത്ത ചേലു പാട്ടുകേട്ടു കുഞ്ഞു തൊട്ടിലിൽ നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവു കണ്ടുവോ കുട്ടികൃഷ്ണ എന്താ ചേച്ചി വകയ്ക്ക് കൊള്ളാത്തവന്റെ വലിപ്പം പറഞ്ഞു മേലിൽ എന്റെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാൻ നിൽക്കരുത്. കണ്ടുപിടിച്ച കേമനും കേമത്തിയും ഒക്കെ കിട്ടിയത് കൂടെ സ്ഥലം വിട്ടു. എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ. ശ്യാമേ ഉഷേ ഒന്നിഞ്ഞോടി വന്നേ. എന്താ എന്തു പറ്റി? മോളെ ദേവി, ദേവി താഴെ വീട് കിടക്കുന്നു. വിളിച്ചിട്ട് ഒരു അനക്കമില്ല. അയ്യോ അമ്മേ, ദേവി അമ്മേ, അമ്മേ ചേച്ചി പിടിച്ചേ. ഇതെന്തു പറ്റി അമ്മേ? അമ്മേ, ആശുപത്രി കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ. ഞാൻ പോയൊരു വണ്ടി പിടിച്ചോണ്ട് വരട്ടെ മോളെ? അതൊക്കെ താമസിക്കും. നീ ഗ്രേസി ഡോക്ടറിനെ ഒന്ന് ഫോൺ ചെയ്യേ. അമ്മേ, ഹലോ ഡോക്ടർ, ഞാൻ ശ്യാമയാണ്, ദേവമംഗലത്തെ. അത് അമ്മയ്ക്ക് പെട്ടെന്നൊരു ബോധക്കേട്. അത് പിന്നെ ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അവരിപ്പോ എത്തും.
എന്താ സംഭവിച്ചത്? ഒരു ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നപ്പോ ദേവി താഴെ കിടക്കുന്നു. തൊട്ടടുത്ത് മറിഞ്ഞു വീണ് കിടക്കുന്ന ഒരു കസേരയും. എവിടെയാ? ആ വരൂ. പ്ലീസ് കം. ഞാൻ നോക്കിയിട്ട് എല്ലാം നോർമലാ. ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ, പെട്ടെന്ന് ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോകാൻ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും, ഐ മീൻ പേഴ്സണലായിട്ട് വല്ലതും? കുറച്ച് ദിവസമായിട്ട് അമ്മ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ് ഡോക്ടർ. ചില ഫാമിലി പ്രോബ്ലംസ്. ഓ, അതാണ് റീസൺ. മാനസിക സമ്മർദ്ദം കൂടിയാൽ ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബെറ്റർ കൂടുതൽ വിശ്രമമാണ് ആവശ്യം. മെന്റലി കഴിയുന്നത്ര ഫ്രീ ആക്കുക. അതായത് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ അനുവദിക്കുക. അല്ലാതെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. എനിവേ, ഞാനൊരു പ്രിസ്ക്രിപ്ഷൻ തരാം. ഉറക്കമില്ലാന്ന് തോന്നുമ്പോ ഈ ഗുളിക കൊടുക്കണം. എന്നിട്ട് മാറ്റമില്ലെങ്കിൽ എന്നെ വിളിക്കൂ. ഡോക്ടർ എന്താ മോളെ പറഞ്ഞത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉറങ്ങി തെളിയുമ്പോൾ മാറിക്കോളും. ഈശ്വര, ആ കിടപ്പും മട്ടും കണ്ട് ഞാൻ അങ്ങ് പേടിച്ചു പോയി. കുട്ടിമാമ വരുമ്പോ ഇതൊന്ന് വാങ്ങിപ്പിക്കണം. ഉണരുമ്പോഴേക്കും മതി. ആ, വാ ചേച്ചി. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. കുടുംബിനി പരമ്പര തുടരുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ ഉറക്കമില്ലാത്തത് തന്നെ അമ്മയുടെ പ്രശ്നം. കുറെ കാലമായി എന്തൊക്കെയോ മനസ്സിലിട്ട് കണക്കൂട്ടുന്നുണ്ട്. ഇപ്പോ അതിലെവിടെയോ വീഴ്ച പറ്റിയിട്ടുണ്ടാവും. അതാ പെട്ടെന്ന് ഈ തളർച്ച. ഇന്നൊരു ഫോൺ വന്നതിന് ശേഷം അമ്മ ആകെ വെറിയിടായിരുന്നു. അതിന്റെ അരിശം തീർത്തത് കുട്ടിമാമയുടെ കവിളത്തും. അപ്പോ അയാൾക്കും ഇതിൽ പങ്കുണ്ടാവും തീർച്ച. അതുണ്ടാവണമല്ലോ. തള്ളയുടെ വിശ്വസ്തനല്ലേ. അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാതെ തള്ള നേരെയാവും തോന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഓഫീസിൽ ഒരു സ്റ്റാഫ് അമ്മ ഒരിടത്ത് വെച്ച് കണ്ടു പറഞ്ഞു. അമ്മ ഒരിക്കലും പോവാൻ ഇടയില്ലാത്തടത്ത്. എന്തിനു വേണ്ടിയാവും അങ്ങനെ ഒരു സ്ഥലത്തമ്മ പോയിട്ടുണ്ടാവുക? എല്ലാം കൂടി നോക്കുമ്പോ ഈ തലചുറ്റ വീഴൽ അത്ര ചെറിയൊരു പ്രശ്നമല്ല. കുട്ടിമാമയെ പിടിച്ചൊന്ന് വരട്ടെ ചോദിച്ചാലോ? വരട്ടെ. തൽക്കാലം
നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന മട്ടിൽ നിന്നാ മതി ഉഷേച്ചി. എനിക്കെന്താ പറ്റിയത്? ദേവി ഒന്ന് തല ചുറ്റി വീണു, അത്രേ ഉള്ളൂ. ഒരു ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോ നിലത്ത് കിടക്കുന്നു. കഷ്ടകാലം ഒന്നല്ലാതെ എന്തു പറയാൻ. ആണുങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ശ്യാമയാ ആ ഗ്രേസി ഡോക്ടറെ ഫോൺ ചെയ്ത് വരുത്തിയത്. അവരെന്താ പറഞ്ഞ? പേടിക്കാനൊന്നുമില്ല. ക്ഷീണത്തിന്റെ ആ ദേവിക്ക് കുഴപ്പം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, അമ്മണേമ്മ പൊയ്ക്കോളൂ. കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരിക്കട്ടെ. ജനിച്ച കുട്ടിക്ക് 2.5 വയസ്സ്. അത് കടന്നു കിട്ടിയാ പിന്നെ പേടിക്കണ്ട. പക്ഷേ അത് കടക്കുവോളം ഒന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ഗായത്രി. അമ്മേ, അമ്മേ, എന്തു വേണം? അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണല്ലേ? തളർന്നു വീണപ്പോ ഡോക്ടറെ ഫോൺ ചെയ്ത് വരുത്തിയത് സ്നേഹം കൊണ്ടല്ലെന്ന് നന്നായിട്ടറിയാം. ചത്തുപോയെന്ന് ഉറപ്പ് വരുത്തിയാൽ പിന്നെ പുലകുളിച്ച് മോനെ തിരികെ വിളിക്കാലോ. മിടുക്കിയ നീ. ഗായത്രിക്ക് ശേഷം ദേവമംഗലം വാഴാനുള്ള എല്ലാ യോഗ്യതയുമുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ജ്യോതിഷവും നിമിത്തമൊക്കെ നമ്പാൻ കൊള്ളാത്ത കാര്യങ്ങളാണെന്ന് നീ ഇവിടെയുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? എന്നെ എതിർക്കാൻ വേണ്ടി എന്റെ മക്കളെപ്പോലും വശത്താക്കി. പക്ഷെ ഇതൊക്കെ സത്യമുള്ളതാണെന്ന് അനുഭവം തെളിയിച്ചു. നിന്റെ ഗർഭത്തിൽ ആ നശൂലം ജന്മമെടുത്തപ്പോ തന്നെ എന്റെ നാശം അടുത്തുനിന്ന് നിമിത്തങ്ങൾ എനിക്ക് സൂചന തന്നു. നീ ഗർഭിണിയാണെന്നറിഞ്ഞ അന്ന് സന്ധ്യയ്ക്ക് ഞാനൊരു കാർ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നഴ്സിംഗ് ഹോമിൽ നീ പ്രസവിച്ച ദിവസം ഈ വീടിന്റെ ഗോവണിപ്പടിയിൽ നിന്ന് ഞാൻ വഴുതി വീണു. അന്ന് തുടങ്ങി എന്റെ പതനം. ഇപ്പോ ആ നാശത്തിന്റെ 1-ാം പിറന്നാൾ കഴിഞ്ഞപ്പോ കണ്ടില്ലേ, ഒരു കുഴപ്പമില്ലാതിരുന്ന ഞാൻ വെട്ടിയിട്ട തടി പോലെ താഴെ വീണത്. ഇതൊക്കെ തെളിവുകളല്ലേ? അതെ, നിമിത്തങ്ങൾ തന്നെ. ഇനി വിധി എനിക്ക് അനുവദിച്ചു തരുന്നത് വെറും 2 വർഷത്തോളം ആയുസ്. അതുകൂടി കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമാകും. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ചെറിയൊരു തലചുറ്റൽ വന്നു എന്നല്ലാതെ. വേണ്ട, എന്നെ ആശ്വസിപ്പിക്കാൻ വരട്ടെ. ഇന്ന് ചെറിയൊരു തലചുറ്റൽ, നാളെ ചിലപ്പോ എന്റെ ഒരു ഭാഗം തളർന്നു പോയെന്നോ ഹാർട്ട് അറ്റാക്ക് ആയെന്നോ വരാം. എങ്ങനെയായാലും ഉണ്ണിരാമ പണിക്കർ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എന്റെ മരണം നടന്നിരിക്കും. അമ്മയ്ക്കൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ അമ്മ തന്നെ അവരെ വിളിച്ച് ചോദിക്ക്. ശരിയാ, അമ്മയ്ക്കൊന്നുമില്ല. മക്കളും സ്വത്തും പ്രതാപവും ഒന്നും ഇനി അമ്മയ്ക്കുണ്ടാവില്ല. ഗായത്രി ദേവിയുടെ അന്ത്യം കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നവർ ഈ വീട്ടിനുള്ളിൽ തന്നെയുണ്ട്. മക്കളും മരുമക്കളും എല്ലാവരും. ഞാൻ വിശ്വസിച്ചവരെല്ലാം എന്നെ തോൽപ്പിക്കാൻ കൂട്ടുനിൽക്കുക. നീയും ഉഷയും സേതുവും കുട്ടികൃഷ്ണനും എന്തിന്? ഇന്നലെ വന്ന ദമയന്തി പോലും എനിക്കെതിരാണ്. പക്ഷേ വിധി തരുന്ന അവസാന നിമിഷം വരെ ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കും. എന്റെ തോൽവി കാണാൻ നിൽക്കുന്നവർക്ക്
അത്ര എളുപ്പം ജയിക്കാനാവില്ല. കടന്നുപോ. കണ്ടുപോരുത് ഒന്നിനെ എന്റെ മുന്നിൽ. കുടുംബിനി പരമ്പര തുടരുന്നു. അപ്പോ ദേവമംഗലത്തെ ഗായത്രി ദേവിക്ക് പേടിയായി തുടങ്ങി. അതാണ് സത്യം. ചെയ്തു കൂട്ടിയ ദുഷ്ടതരങ്ങൾക്കൊക്കെ അനുഭവിച്ചൊടുങ്ങേണ്ടി വന്നല്ലേ പറ്റൂ. ഞാൻ ഒടുക്കിയ കണ്ണീരിന് ഫലമില്ലാണ്ടിരിക്കോ ശ്യാമേ? പക്ഷേ വാശിക്കിപ്പോഴും ഒരു കുറവുമില്ല. എന്തും ചെയ്യൂ അവര്, തോൽക്കാതെ പിടിച്ചു നിൽക്കാൻ. കണ്ണന്റെ കാര്യത്തിലും ഇപ്പൊ തന്നെ എനിക്കൊരു സംശയമുണ്ട്. മോനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ അമ്മയാണെങ്കിലോ? അമ്മയുടെ നാവിൽ നിന്ന് തന്നെ അങ്ങനെ ചില സൂചനകൾ എനിക്ക് കിട്ടി. എന്ത് സൂചന? ഒന്നും അങ്ങോട്ട് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. എന്നാലും അമ്മയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ പേരിനൊപ്പം നമുക്കാർക്കും പരിചയമില്ലാത്തൊരു പേര്, ഒരു ദമയന്തി. ദമയന്തിയോ? അതാരാ? അറിയില്ല. പക്ഷെ ആ പേര് അറിയാതെ നാവീന്ന് വീണപ്പോ അമ്മയുടെ മുഖത്തൊരബദ്ധം പറ്റിയ മട്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. കണ്ണനെ തട്ടിയെടുക്കാൻ അമ്മ കൂലിക്കെടുത്ത ആരെങ്കിലുമാണ് ഈ ദമയന്തിയെങ്കിലും. ഇതത് തന്നെയാവും. നീ പറഞ്ഞത് ശരിയാ ശ്യാമേ. കുഞ്ഞിനെ തട്ടിയെടുക്കാൻ അവർ തന്നെയാവും നോക്കിയത്. എന്നുറപ്പിക്കാൻ വരട്ടെ. ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞേ ഉള്ളൂ. നോക്ക്, വ്യക്തമായ ഒരു തെളിവ് കിട്ടും വരെ ഉഷേച്ചി ഇത് ആരോടും പറയരുത്. ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവും. അതിനിട വരുത്തരുത്. ഞാൻ ആരോടും പറയില്ല. പക്ഷെ നീ സൂക്ഷിക്കണം. ഒരു കാരണവശാലും കുഞ്ഞിനൊരാപത്തും വരാതെ നോക്കണം. ഇല്ല, അവനൊരാപത്തും വരില്ല. ഊണിലും ഉറക്കത്തിലുമൊക്കെ ഉള്ളൊരുക്കി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ നേരും ഉണ്ടാവും ദയവായിട്ട് എന്റെ ഉള്ളില് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത്. അന്ന് ലളിത ഒരു സ്ഥലത്ത് വെച്ച് ശശിയേട്ടന്റെ അമ്മയെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ചേരിയിൽ എവിടെയോ വെച്ച് കാറിലിരിക്കുന്നത്. ഓ, കാരിക്കുഴി റോഡി വെച്ച്. ആ, അത് തന്നെ. അന്ന് ആരുടെ വീട്ടിൽ പോകുന്ന വഴിയാ ചോദിച്ചത്? അതിപ്പോ ഏതൊരു ഹൗസ് മെയ്ഡിന്റെ വീടാ. എന്താ അവളുടെ പേര്? ദമയന്തി എന്നാണോ? യെസ്, അത് തന്നെ. അവരുടെ വീട് നിനക്കറിയോ? അങ്ങനെ കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. ആ ഏരിയയിൽ 1-2 ആൾക്കാരെ അറിയാം. എന്താടി? എനിക്ക് അവരെ നേരിട്ടൊന്ന് കാണണം. അതിപ്പോ അഡ്രസ് വല്ലതും കിട്ടിയാ ഞാൻ ആളെ വിട്ടൊന്ന് തിരക്കാം. അത്യാവശ്യം വല്ലതും ഉണ്ടോ? അഡ്രസ്സ് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ. ഹലോ, ഞാൻ ശ്യാമിയ സംസാരിക്കുന്നത്. എന്താ ശ്യാമേ? ഒരു കാര്യം അറിയാനാ സർ. ബിസിയാണോ? അത് സാരമില്ല, പറഞ്ഞോളൂ. അവിടെ വീട്ടുജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേരെന്താ? ദമയന്തി. അവരിപ്പോ ഇവിടെ ഇല്ല ശ്യാമേ. പെട്ടെന്നൊരു ദിവസം അവർ ജോലി മതിയാക്കി. അവരവിടെ എത്ര നാളുണ്ടായിരുന്നു? നിയർലി 1 മാസം. കഴിഞ്ഞ 18-ന് പോയി. ശ്യാമ എന്താ ചോദിച്ചത്? അല്ല, മോളുടെ കാര്യം നോക്കാൻ എനിക്കും അതുപോലെ ഒരാളെ വെക്കണമെന്നുണ്ട്. കുറച്ചു കാലം കിട്ടുമെന്നറിയാനാ. അവരെ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്തത് ഒരു സർവീസ് ഏജൻസിയാണ്. ശ്യാമ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്. ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം. ആ. സ്വീറ്റ് ഹോം സർവീസ് 2572591. ഓഫീസ് നമ്പറാണ്. താങ്ക്സ്. ശരി. ആ, പിന്നെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ.
ഹലോ, സ്വീറ്റ് ഹോം സർവീസ് അല്ലേ? എന്റെ പേര് ശ്യാമ, പള്ളിമുക്കിന്നാ വിളിക്കുന്നത്. അതെ, നിങ്ങളുടെ രജിസ്റ്ററിൽ ദമയന്തി എന്ന് പേരുള്ള ഒരു ഹൗസ് മെയ്ഡ് ഇല്ലേ? അവരുടെ അഡ്രസ് ഒന്ന് വേണം. കൺമണിക്കിളി പൊന്നിളം കിളി രാരി രാരിരോ